ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഈ ലളിതാ മഹാത്രിപുരസുന്ദരി എവിടെ ഇരിക്കണമെന്ന് സ്ഥൂല വർണ്ണനയിൽ കൂടി നമ്മൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ദേവി ഇരിക്കുന്ന സുമേരു പർവ്വതത്തിലാണ്, ശ്രീനഗരത്തിലാണ്, ചിന്താമണി ഗ്രഹത്തിലാണ്, പഞ്ചബ്രഹ്മാസനത്തിൽ ആസനസ്ഥയാകുന്നർത്ഥം. പക്ഷെ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഈ ലളിതാ സഹസ്രനാമത്തിന് രഹസ്യ സഹസ്രനാമ സ്തോത്രം എന്ന അർത്ഥം. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ദേവി ഇരിക്കുന്ന എവിടെയാ? സുമേരു പർവ്വതത്തിലാണ്. ഈ സുമേരു പർവ്വതം എങ്ങനെ ഇരിക്കുക? 3 പർവ്വതങ്ങളുടെ നടുക്കിലാണ് സുമേരു പർവ്വതം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 3 നാഡീവ്യൂഹങ്ങളുണ്ട്. ഇടാപിങ്കളയും സുഷുപ്ന നാഡിയും. ഇടതുവശത്തും പിങ്കള വലതുവശത്തും, ഇടതും വലതും, നടുക്കായിട്ട് സുഷുപ്ന നാഡി. നമ്മുടെ ഈശ്വരീയമായിട്ടുള്ള ഊർജം കൂടുതലായിട്ട് കടന്നു വരുന്നത് ഈ നാഡിയിൽ കൂടിയാണ്. നമുക്ക് ആത്മജ്ഞാനത്തിൻ്റെ വഴിതെളിക്കുന്ന ഈ ഒരു നാഡിയിൽ കൂടെ പ്രാണൻ ചലിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നടുക്കിലത്തെ പർവ്വം, സുമേരു പർവ്വം, നമ്മുടെ സുഷുപ്ന നാഡിയാണ്. ദേവി ഇരിക്കുന്ന എവിടെയാ? ശ്രീമന്നഗര നായിക, ഏറ്റവും മുകളിലെ ദേവി ശ്രീനഗരത്തിൽ. ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ്. അവിടെ എവിടെയാ? സഹസ്രാരത്തിന് മുകളിൽ. എങ്ങനെ ഇരിക്കുന്നു ദേവി? പഞ്ചബ്രഹ്മാസനത്തിൽ ആസനസ്യാവൾ. ആരുടെ മേളിലിരിക്കുന്ന ദേവി? പഞ്ചബ്രഹ്മങ്ങളുടെ മേളിലായിട്ട്, കാമേശ്വരൻ്റെ മടിയിൽ കാമേശ്വരിയായിട്ട്. എവിടെ എന്താ സംഭവിക്കുക? ശിവനും ശക്തിയും ഐക്യം പ്രാപിക്കണം അല്ലേ? ചില നാമങ്ങളിലൊക്കെ ഒരു പാട്ടിൽ പോലും പറയുന്നുണ്ട്, പടിയാറും കടന്ന് ശിവനെ കാണുമാറും ശിവശംഭോ. അവിടെ സംഭവിക്കുന്നത് ശിവനും ശക്തിയും കൂടി ഇല്ലാതെ സംഭവിക്കില്ല. അതാണ് പറയണേ, ശിവശക്തിക്കുരുണി ശ്രീ ലളിതാംബികായേ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ അവസാനം പറയണേ. അവസാനം അത് സംഭവിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഭഗവതി എന്നിൽ പ്രഭയായിട്ട് ചൊലിച്ച് ഞാൻ ഭഗവതിയിലേക്ക് ലയിക്കുമെന്നർത്ഥം. എത്ര മനോഹരമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്തേ.